ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീകൃഷ്ണ ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങാം. ശ്രീ ഭഗവാൻ തുടർന്നു, ശാസ്ത്രങ്ങളിൽ നിന്നും ആത്മതത്വം ഗ്രഹിച്ചിട്ട് അപരോക്ഷാനുഭവം ഉണ്ടാകുന്നതുവരെ പരോക്ഷ ജ്ഞാനത്തെ അഭ്യാസം ചെയ്ത് ഉറപ്പിക്കണം. അപരോക്ഷാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അനുമാനാദി പ്രമാണങ്ങളുടെ ആവശ്യമില്ല. അവയെല്ലാം ഉപേക്ഷിച്ചിട്ട് ജ്ഞാന സ്വരൂപമാകുന്ന ആത്മാവിനെ എന്നിൽ സമർപ്പിക്കണം. എന്തെന്നാൽ അവനും പ്രിയവസ്തു ഞാൻ മാത്രമാണ്. അവൻ്റെ അഭ്യാസത്തിൻ്റെ ഹേതുവും ഫലവും എല്ലാം ഞാൻ തന്നെ. എന്നെ അറിഞ്ഞും പ്രാപിച്ചും കഴിഞ്ഞു. ഇനി അവൻ എന്തു വേണം? അവന് പ്രിയതമൻ ഞാനും എനിക്ക് പ്രിയതമൻ അവനുമായി കഴിഞ്ഞു. ലോകത്തിലുള്ള ജപ തപാതി പവിത്ര കർമ്മങ്ങളെല്ലാം ചേർന്നാലും അവൻ ജ്ഞാനത്തിൻ്റെ ഒരംശത്തിന് സമമല്ല. അതിനാൽ ഉദ്ധവ, നീ ജ്ഞാനവിജ്ഞാന സമ്പന്നനായി ഉത്കൃഷ്ട ഭക്തിഭാവത്താൽ എന്നെ സേവിച്ചു കൊള്ളുക. നീ പരിശുദ്ധമായ ആത്മാവാണ്. നിനക്ക് ജന്മാദി വികാരങ്ങൾ ഒരു കാലത്തുമില്ല എന്നറിഞ്ഞ് നിർവികാരനായി ഇരിക്കുക. ഉദ്ധവർ പറഞ്ഞു, ഹേ വിശ്വേശ്വര, ഇപ്പോൾ ചുരുക്കമായി അരുളി ചെയ്ത വിജ്ഞാനസഹിതമായ ജ്ഞാനത്തെയും മഹാത്മാക്കൾക്ക് അന്വേഷണ യോഗ്യമായ നിന്തിരുവടിയിലുള്ള ഭക്തിയോഗത്തെയും ഉപദേശിക്കണേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഇതേ സംഗതിയെപ്പറ്റി മുമ്പ് ഭീഷ്മർ ധർമ്മപുത്രർക്ക് ഉപദേശിച്ചതിനെ പറയാം. ബ്രഹ്മാണ്ടത്തിലുള്ള സകല ഭൂതങ്ങൾക്കും കാരണം പ്രകൃതി, പുരുഷൻ, മഹത്തത്വം, അഹങ്കാരം, പഞ്ചതന്മാത്രകൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, പഞ്ചഭൂതങ്ങൾ, ത്രിഗുണങ്ങൾ എന്നിവ ചേർന്ന 28 തത്വങ്ങളാണ്. ഇവയെല്ലാം പരമകാരണവും സ്വയം കാരണവും ഇല്ലാത്തതാണ്. പരമാത്മാവ് കാരണത്തിൽ കാര്യകാരണങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ പ്രപഞ്ചം മുഴുവനും കാരണമായ പരമാത്മാവിൽ അടങ്ങിയിരിക്കുന്നുവെന്നും പരമാത്മാവാണ് കാര്യരൂപമായ പ്രപഞ്ചമായി തോന്നിക്കുന്നതെന്നും സിദ്ധമായി. ഇപ്രകാരം കാര്യങ്ങളെല്ലാം തോന്നൽ മാത്രമാണ്. കാരണമായ പരമാത്മാവ് മാത്രമേ സത്യമായുള്ളൂ എന്ന അറിവാണ് പരോക്ഷജ്ഞാനം. പക്ഷെ അപ്പോഴും പലതായി കാണുന്ന ഭ്രമം നശിച്ചിട്ടില്ല. മേൽപ്പറഞ്ഞ തത്വങ്ങളാകുന്ന ദൃശ്യങ്ങൾക്കെല്ലാം ഉൽപ്പത്തിയും നാശവും ഉണ്ട്. ഒരിക്കലും നശിക്കാത്ത പരമ കാരണ ആത്മാവിനെ വിട്ട് അവയ്ക്ക് നിലനിൽപ്പില്ല എന്ന അനുഭവജ്ഞാനമാണ് അപരോക്ഷജ്ഞാനം. ശ്രുതി, പ്രത്യക്ഷം, ഐതിഹ്യം, അനുമാനം എന്നിവയാൽ ഈ ജ്ഞാനത്തെ മൂർച്ച വരുത്തിയാൽ ദേഹാദി പ്രപഞ്ചം സമസ്തവും മിഥ്യയാണെന്നും സുസ്പഷ്ടമായി അറിഞ്ഞ് അവയിൽ മോഹിക്കാതെ വിരക്തനാവും. ആദ്യം ആത്മാവ് മാത്രമുണ്ടായിരുന്നു. അതിൽ നിന്ന് പ്രപഞ്ചമാകുന്ന വികാസം തോന്നി. ആ തോന്നൽ നശിച്ച് ആത്മാവ് മാത്രം അവശേഷിക്കുന്നു എന്നറിഞ്ഞ് സകല ഭേദഭാവനയിൽ നിന്നും ജ്ഞാനി മുക്തനാകുന്നു. ഇപ്രകാരം അസത്തിൽ വിരക്തി വരുന്നതോടൊപ്പം ഏകസത്യമായ എന്നിൽ ഭക്തിയുണ്ടാകുന്നു. എൻ്റെ അമൃതകഥയിൽ അതിയായി ശ്രദ്ധിക്കുക. എൻ്റെ ലീലകളെയും ഗുണനാമങ്ങളെയും പ്രേമപൂർവം കീർത്തിക്കുക. എന്നെ പൂജിക്കുക, സ്തുതിക്കുക, ആദരപൂർവം പരിചരിക്കുക. സർവാംഗങ്ങളാലും എപ്പോഴും എൻ്റെ സേവ ചെയ്യുക. സർവഭൂതങ്ങളെയും ഞാനായി കാണുക. പ്രാരബ്ധവശാൽ ചെയ്യുന്ന സകല വ്യാപാരങ്ങളും എൻ്റെ പൂജയായി സങ്കല്പിക്കുക. മനസ്സുകൊണ്ട് എന്നെ എപ്പോഴും ധ്യാനിക്കുക. മതവും അഹങ്കാരവും ഉണ്ടാക്കുന്ന സുഖഭോഗങ്ങളെ ദൂരെ വർജിക്കുക. ഭക്തിവർദ്ധകങ്ങളായ സദ്ധർമ്മങ്ങൾ മാത്രം ചെയ്യുക എന്നീ ആചാരങ്ങളാൽ ശുദ്ധഭക്തി കൈവരും. ഉദ്ധവ, ഒരുവനും പരമശുദ്ധമായ പ്രേമഭക്തി ഉറച്ചു കഴിഞ്ഞാൽ വേറെ എന്തു വേണം? മേൽപ്പറഞ്ഞ ജ്ഞാനവും ഭക്തിയും ലഭിക്കണമെങ്കിൽ മനോനിയന്ത്രണം അത്യന്താപേക്ഷിതമാണ്. അതിന് സത്വഗുണം വളർത്തി രജസ് തമസ്സുകളെ നശിപ്പിക്കണം. അപ്പോൾ മനസ്സ് നിശ്ചലവും ശാന്തവുമായി പ്രപഞ്ച വൈരാഗ്യം ഉറച്ച് ആത്മജ്ഞാനം സ്വയം പ്രകാശിക്കും. ഇങ്ങനെയല്ലാതെ മനസ്സിനെ ഗൃഹപുത്രധനാദികളിലേക്ക് അഴിച്ചുവിട്ടാൽ രജസ് തമസ്സുകൾ വർദ്ധിച്ച് ജീവനെ നാശത്തിൽ വീഴ്ത്തും. എന്നിൽ ഭക്തി വർദ്ധിപ്പിക്കുന്ന കർമ്മമേതോ അതാണ് ധർമ്മം. ഭിന്ന ഭിന്ന വസ്തുക്കളിൽ അഭേദമായി ഏകാത്മാവായ എന്നെ മാത്രം കാണുന്നതാണ് ജ്ഞാനം. വൈരാഗ്യം ഗുണവിഷയങ്ങളിൽ അശേഷം ഒട്ടാതിരിക്കുന്നതാണ്. ഉദ്ധവർ യമം, നിയമം, ശമം, ധമം, തിതിക്ഷ ഇത്യാദി അനവധി വിഷയങ്ങളുടെ സ്വരൂപത്തെക്കുറിച്ച് ചോദിച്ചു. ശ്രീ ഭഗവാൻ പറഞ്ഞു, അഹിംസ, സത്യം, അസംഗം, അസങ്കല്പം, ആസ്തിക്യം, മൗനം, ബ്രഹ്മചര്യം, തര്യം, ക്ഷമ, അഭയം, അസ്തേയം ഇവ 12 യമം. ശൗചം, ജപം, തപസ്, ഹോമം, ശ്രദ്ധ, ആതിഥ്യം, എന്നെ പൂജിക്കൽ, തീർത്ഥസേവ, പരോപകാരഹ,
തുഷ്ടി, ഗുരുസേവ എന്നിവ നിയമങ്ങൾ. യമനിയമങ്ങൾ അവയെ സേവിക്കുന്നവർക്ക് കാമധേനു ആവുന്നു. എന്നിൽ ബുദ്ധിയെ ഉറപ്പിക്കുന്നത് ശമം, ഇന്ദ്രിയ സംയമനം ധമം, ദുഃഖങ്ങളെ പ്രതിവിധി ചെയ്യാതെ സഹിക്കൽ തിതിക്ഷ, ജിഹാവസ്ഥങ്ങളെ അടക്കി നിർത്തുന്നത് ധൃതി, പരോപദ്രവം ചെയ്യാതിരിക്കൽ ഉത്കൃഷ്ടമായ ദാനം, കാമങ്ങളെ നിശേഷം ഉപേക്ഷിക്കൽ തപസ്, ഉള്ളിലുള്ള ദുർവാസനകളെ വിജയപൂർവ്വം അടക്കി നിർത്തുന്നത് ശൗര്യം, സമസ്വരൂപനായ എന്നെ എല്ലാത്തിലും കാണുന്നത് സത്യം, പരമാർത്ഥവും ഹിതവുമായ വാക്ക് ഋതം അഥവാ സത്യം, കർമ്മഫലത്തിൽ ഇച്ഛയില്ലായ്മ ശൗചം, സർവകർമ്മ ഫലത്യാഗം സന്യാസം, ധർമ്മമാണ് ഹിതമായ ധനം, ഭഗവത്തമനായ ഞാനാണ് യജ്ഞം, ജ്ഞാനോപദേശമാണ് ഉത്കൃഷ്ടദാനം, പ്രാണായാമമാണ് മഹാബലം, ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നീ ഗുണങ്ങൾ പൂർണ്ണമായി പ്രകാശിക്കുന്ന എൻ്റെ ഐശ്വര്യഭാവമാണ് ഭകം. എന്നിൽ അചഞ്ചല ഭക്തിയാണ് ഉത്തമ ലാഭം. സർവത്ര അഭേദമായി ആത്മാവിനെ കാണുന്നതാണ് വിദ്യ. നിഷിദ്ധ കർമ്മങ്ങളിലുള്ള വെറുപ്പാണ് ലജ്ജ. നിരപേക്ഷയും സംതൃപ്തിയുമാണ് അലങ്കാരം. സുഖദുഃഖങ്ങളെ സമമായി കാണുന്നതാണ് യഥാർത്ഥ സുഖം. കാമസുഖങ്ങളുടെ പുറകെയുള്ള പരക്കം പാച്ചിലാണ് ദുഃഖം. ബന്ധമോക്ഷങ്ങളുടെ യാഥാർത്ഥ്യം അറിയുന്നവനാണ് പണ്ഡിതൻ. ദേഹമാണ് താനെന്നും ദേഹസംബന്ധികളെ തൻ്റേതെന്നും വിചാരിക്കുന്നവനാണ് മൂർഖൻ. എന്നെ പ്രാപിക്കുന്നതിനുപകരിക്കുന്ന വേദോകമാർഗം തന്നെയാണ് നല്ല വഴി. ചിത്തവിക്ഷേപത്തെ ഉണ്ടാക്കുന്ന പ്രവൃത്തി മാർഗം തന്നെയാണ് ചീത്ത വഴി. സത്വഗുണത്തിൻ്റെ അഭിവൃദ്ധിയാണ് സ്വർഗം, തമോ ഗുണത്തിൻ്റെ അഭിവൃദ്ധിയാണ് നരകം. പരമപദം പ്രാപിക്കുന്ന താൻ തന്നെയായ സദ്ഗുരുവാണ് ഉത്തമ ബന്ധു. ഈശ്വരപ്രാപ്തിക്ക് ഉപകരിക്കുന്ന മനുഷ്യ ശരീരമാണ് നല്ല ഗൃഹം. സൽഗുണസമ്പന്നനാണ് ആഢ്യൻ. എന്ത് കിട്ടിയാലും സന്തോഷവും സംതൃപ്തിയും ഇല്ലാത്തവനാണ് ദരിദ്രൻ. അജിതേന്ദ്രിയനാണ് കൃപണൻ. ഗുണകാരകങ്ങളായ ഗൃഹാദികളിൽ അഹംബുദ്ധിയോ ആസക്തിയോ ഇല്ലാത്ത ധീരനാണ് സ്വതന്ത്രനായ ഈശ്വരൻ. ദേഹത്തിൽ അഹംബുദ്ധിയും ആസക്തിയും ഉള്ളവനാണ് അസ്വതന്ത്രൻ. ഉദ്ധവ, നീ ചോദിച്ചതിനെല്ലാം സാധുസമ്മതമായ ഉത്തരമാണ് ഞാൻ തന്നത്. എന്നാൽ ഒരു കാര്യം പറയാം. ഗുണദോഷ ലക്ഷണങ്ങളെ ഇങ്ങനെ വർണ്ണിച്ച് സമയം കളയുന്നത് കൊണ്ടൊരു ഫലവും ഇല്ല. ഗുണം ദോഷം എന്ന ഭേദദൃഷ്ടി തന്നെയും ദോഷമാണ്. ഗുണദോഷങ്ങൾ രണ്ടും ഉപേക്ഷിച്ച് ഗുണാതീതമായ എൻ്റെ യാഥാർത്ഥ്യത്തിൽ ഉറച്ചിരിക്കുന്നത് തന്നെയാണ് ഗുണം എന്നറിഞ്ഞാലും എന്ന് ഭഗവാൻ പറഞ്ഞു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.